ഇപ്പോൾ ബെയിലി പാലത്തിൽ നിന്നും പി കെ സരീഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സരീഷ്, ഇപ്പോൾ നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? 10ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ പോകുന്നു അവിടുത്തെ തിരച്ചിൽ? എനിക്ക് പിന്നിൽ കാണുന്നത്, അതായത് ബേലി പാലത്തിന് തൊട്ട് സമീപത്ത് കാണുന്ന മേഖലയിൽ നിന്നാണ് ഇന്ന് രാവിലെ മുതൽ ഏതാണ്ടൊരു 10ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്കൂളിന് സമീപത്ത് അതിന് മുകളിലുമായി നിരവധി മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ മുതൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ അവിടെ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇത്രയധികം മൃതദേഹങ്ങൾ കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ ആദ്യം സ്കൂളിന് തൊട്ട് സമീപത്ത് നിന്ന് തന്നെ ഒരു മൃതദേഹം കണ്ടെത്തുന്നു. അത് കഴിഞ്ഞ് തൊട്ട് പുറകിൽ, അതായത് ഈ മലയിടുക്കുകളിൽ നിന്നും വലിയ രീതിയിൽ പാറകൾ ഒലിച്ചിറങ്ങിയ, ഒപ്പം തന്നെ മരങ്ങൾ ഒലിച്ചിറങ്ങിയ മേഖലയിൽ നിന്നാണ് പിന്നീട് ഒരേ സ്ഥലത്തു നിന്നും 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. പിന്നീട് പല ഭാഗങ്ങളിൽ നടത്തിയ ഇറ്റാച്ചി ഉപയോഗിച്ച് ഈ പുഴയുടെ, അതായത് ഇത് നേരത്തെ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടും ഒപ്പം ഒരു കടയും ഒക്കെ നിന്നിരുന്ന സ്ഥലമാണ്. അതാണ് ഇപ്പോൾ ശക്തമായി ഒഴുകുന്ന പുഴയായി, ഏതാണ്ടൊരു ഒരു പുഴയ്ക്ക് സമാനമായുള്ള അന്തരീക്ഷമായി മാറിയിരിക്കുന്നത്, വലിയ പാറക്കല്ലുകൾ പതിച്ച ഒരു സ്ഥലമായി മാറിയത്. അത്തരത്തിൽ ആ സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 10ഓളം മൃതദേഹങ്ങൾ ഈ മേഖലയിൽ നിന്നും മാത്രം ഇന്ന് കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. പ്രധാനമായും ഫയർഫോഴ്സിൻ്റെയും ഒപ്പം NDRF സംഘവും കൂടുതലായി പരിശോധന നടത്തുകയാണ്. അവർ ഇന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മുകളിലുള്ള താമസക്കാർ, അതിൽ ചിലരെങ്കിലും ഈ അല്ലെങ്കിൽ തുടർച്ചയായി മഴ പെയ്തപ്പോൾ അവിടെ നിന്നും മാറി നിൽക്കണം എന്ന ആവശ്യപ്രകാരം മാറി നിന്നിട്ടുണ്ട്. പക്ഷേ മറ്റു ചിലർ രാത്രിയും ഏറെ വൈകിയും വീടുകളിൽ തുടരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണാനില്ല എന്നുള്ള പരാതിയാണ് പല സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ വീടുകൾ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ വീടുകൾ കാണാൻ സാധിക്കാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ വീടുകളിലുള്ളവർ താഴേക്ക് വന്നിട്ടുണ്ടാകാം, മലവെള്ളപ്പാച്ചിലിൽ ഈ പറയുന്ന ഈ സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ദൗത്യ സംഘവും മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പരിശോധന രാവിലെ മുതൽ ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ എത്തിച്ച് നടത്തിയത്. അതിനിടയിലാണ് ഇത്രയേറെ മൃതദേഹങ്ങൾ ഒരേ മേഖലയിൽ നിന്നാണ്. ഈ സ്കൂള് 6ാം സോണായി, അല്ലെങ്കിൽ 3ാം സോണായി ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ആ സോണിൽ നിന്ന് മാത്രം ഇത്രയേറെ മൃതദേഹങ്ങൾ. അപ്പം തന്നെ നമ്മൾ നേരത്തെ ഫയർഫോഴ്സ് സേനാംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രധാനമായും 2 തരത്തിലാണ് പരിശോധന നടത്തുന്നത്. ഒന്ന്, ഏതെങ്കിലും തരത്തിൽ ഈ വെള്ളം ഒഴുകാത്ത സ്ഥലമാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദുർഗന്ധം ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായ പരിശോധന നടത്തും. മറ്റൊന്ന്, ഈ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഉള്ള കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവിടം കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. ഇങ്ങനെ 2 തരത്തിൽ ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അവിടെ കൂടുതലായി പരിശോധന നടത്തും എന്ന് തന്നെയായിരുന്നു നേരത്തെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനവുമാണ് ഇപ്പോൾ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഈ 2 കൈവരി മാറി ഒഴുകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ 2 ഈ പുഴയുടെയും അല്ലെങ്കിൽ ഈ വെള്ളം വരുന്ന ആ മേഖലയുടെ 2 സൈഡ് കേന്ദ്രീകരിച്ചായിരുന്നു, 2 വശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം പരിശോധന നടത്തിയത്. കാരണം പുഴയുടെ സമീപത്തു നിന്നും ചാലിയാർ പുഴ ഉൾപ്പെടെയുള്ളവയിൽ നിന്നുമൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ വെള്ളം ശക്തമായി കുത്തിയൊലിച്ചെത്തിയപ്പോൾ ഈ വേരുകൾക്കടിയിലോ അല്ലെങ്കിൽ പാറകൾക്കടിയിലോ ഒക്കെ ആളുകൾ പെട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം കണക്കിലെടുത്താണ് രാവിലെ മുതൽ ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതലായി പരിശോധന നടത്തിയത്. പക്ഷേ അങ്ങനെ ഈ വേരുകൾക്കിടയിലൊന്നും തന്നെ കണ്ടെത്താനായില്ല. പിന്നീടാണ് ഈ നടുഭാഗത്തേക്ക്, അതായത് ഇപ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പരിശോധന നടക്കുന്ന ഭാഗത്തേക്ക് കൂടുതൽ വ്യാപകമായി പരിശോധന നടത്താൻ തുടങ്ങിയത്. അതിനിടയിലാണ് സരീഷിലേക്ക് തിരിച്ചു വരാം.